ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് തുന്തുക്കുട്ടിക്ക് ഇതേ പാസ്പോർട്ടിന് ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ചെല്ലാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ അവന് ഇതേ ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോൾ തന്നെ ഞാൻ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. കാരണം നമ്മൾ അപ്പോയിൻമെൻറ്റിന് ചെന്ന് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് ഓഫീസൊക്കെ അല്ലേ, എത്ര സമയം വരെ വെയിറ്റ് ചെയ്യണം, എപ്പോൾ തിരിച്ചു വരും എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ കുഞ്ഞെന്തായാലും വിശന്നിരിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് 12 മണിയായപ്പോൾ തന്നെ ഞാൻ ലഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവനൊന്ന് മേലൊക്കെ കഴിപ്പിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് ഓർത്തു. അപ്പോൾ അവൻ്റെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഈ ബോട്ടിൽ അവൻ വെള്ളം കുടിക്കും, പക്ഷെ അവന് ഇഷ്ടം തോന്നിയാൽ മാത്രമേ കുടിക്കത്തുള്ളൂ കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവൻ ഒറ്റ എറിയും. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും അഖിലും കുഞ്ഞും കൂടെയാണ് നേരെ പാസ്പോർട്ട് ഓഫീസിലോട്ട് പോകുന്നത്. കൊച്ചില്ലാതെ എന്തായാലും പാസ്പോർട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ. റിക്സൺ ചേട്ടനും വരേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ റിക്സൺ ചേട്ടൻ നേരെ ക്ലാസ്സിലോട്ട് പോയേക്കുവാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ പാസ്പോർട്ട് ഓഫീസിലോട്ട് വരും. അപ്പം ഞങ്ങൾ ചെന്നൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേ റിക്സൺ ചേട്ടൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആപ്ലിക്കേഷനും കാര്യങ്ങളും കൊടുത്ത് ടോക്കണും എടുത്തിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ആളിതേ പുതിയ ഡ്രസ്സൊക്കെ അവൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, എന്നാലും വെറുതെ വെച്ചേക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് കൊടുത്തേ. അങ്ങനെ ഞങ്ങളിതേ നേരെ പാസ്പോർട്ട് ഓഫീസിലോട്ട് പോകുവാണ്. അപ്പം അഖിൽ ഫ്രീ ആയിട്ടിരിക്കുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ പോയത്. അപ്പോൾ നേരെ റിക്സൺ ചേട്ടൻ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ ഇതിന് മുന്നേ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ പാസ്പോർട്ടിൽ റിക്സൺ ചേട്ടൻ്റെ പേരില്ല, ഹസ്ബൻഡിൻ്റെ പേരില്ല. റിക്സൺ ചേട്ടൻ്റെ പാസ്പോർട്ടിൽ വൈഫിൻ്റെ പേരുണ്ട്, എൻ്റെ പേരുണ്ട്. പക്ഷേ എൻ്റെ പാസ്പോർട്ടിൽ റിക്സൺ ചേട്ടൻ്റെ പേരില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റിജക്റ്റ് ചെയ്തു കേട്ടോ. പോയി 2 പേരും കൂടെ ഒരു ജോയിൻറ്റ് പാസ്ബുക്ക് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട്, ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ പാസ്ബുക്കുമായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് കൊച്ചിന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ പാസ്പോർട്ട് എടുക്കാൻ ഭയങ്കര ചടങ്ങാണ് ഗൈസ്. എല്ലാം എന്നുണ്ടെങ്കിൽ അവർക്ക് കൈക്കൂലിയും കാര്യങ്ങളും കൊടുക്കണം. വെറുതെ 5000 രൂപയൊക്കെ കൊടുത്ത് കളയുന്നതിന് നല്ലത് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അതിന് ഞങ്ങൾ നേരത്തെ തന്നെ പോയിട്ട് പാസ്ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ പാസ്ബുക്ക് കിട്ടിയതിന് ശേഷം രണ്ടാമത് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അങ്ങനെ ഇവിടുത്തെ പാസ്പോർട്ട് ഓഫീസ് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് എത്ര സമയത്താണോ നമ്മുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് ആ സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കയറി ചെല്ലാൻ പറ്റും. പിന്നെ കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രയോറിറ്റി കൂടുതലുണ്ട്. പുറത്ത് നിന്നിട്ട് ഒരു 2-3 മിനിറ്റ് തന്നെ പുറത്ത് നിർത്തിയുള്ളൂ. അപ്പോൾ തന്നെ എന്നെ അകത്തോട്ട് കയറ്റി. അങ്ങനെ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കും. അപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി കൊച്ചിനെയും കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ പോലെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോലീസ് നമ്മുടെ വീട്ടിലൊന്നും വരത്തില്ല. ഇവിടെ നമ്മൾ അവിടെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊച്ചിനെ കാണിച്ച് അവിടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു ഗൈസ്. അങ്ങനെ തുന്തുക്കുട്ടിക്ക് പാസ്പോർട്ട് കിട്ടി. ഞങ്ങളുടെ പല ട്രിപ്പും ഞങ്ങൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇവന് പാസ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾക്കിനി എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അങ്ങനെ പാസ്പോർട്ടും എടുത്ത് നേരെ നമ്മൾ പാസ്പോർട്ട് എടുത്തില്ല. അങ്ങനെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞ് നേരെ നമ്മൾ വീടെത്തി ഗൈസ്.